നമസ്കാരം. ജോ ബൈഡന് ശേഷം വീണ്ടും ഡൊണാൾഡ് ട്രംപ് യുഎസിന്റെ പ്രസിഡന്റായി ചുമതലയേൽക്കുമ്പോൾ ലോകമെമ്പാടും ആശങ്കയായിരുന്നു. ഈ ലോക പോലീസിലെ തിരുമണ്ടൻ ഇനി എന്തൊക്കെ ചെയ്ത് കൂട്ടുമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. അക്ഷരാർത്ഥത്തിൽ അമേരിക്കക്കാരടക്കമുള്ള ലോകത്തെമ്പാടുമുള്ളവരുടെ ഭയം അസ്ഥാനത്തായില്ല. റഷ്യയെ തകർക്കാൻ താരിഫ് അടക്കം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് താരിഫ് കൊണ്ടുവന്നു. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് താരിഫ്, തോളിൽ കയറ്റുന്ന UK അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഒരു താരിഫ് കൊണ്ടുവന്നു. അതുമാത്രമല്ല, ചൈനയ്ക്കിട്ട് പണി കൊടുത്തു. ഒടുവിൽ ചൈന അമേരിക്കയുടെ സോയാബീൻ അടക്കം വാങ്ങില്ലെന്നും തീരുമാനമെടുത്തു. അതോടെയാണ് അമേരിക്ക 10 താഴ്ത്തിയത്. പക്ഷേ ട്രംപ് ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം മുമ്പൊരിക്കൽ അമേരിക്കയിൽ നടന്നതുപോലെ സർക്കാരിനെ തന്നെ അടച്ചിട്ടു. സാമ്പത്തിക പ്രതിസന്ധി. എന്താണ് അവിടെ US കോൺഗ്രസിൽ അവർ പ്രതിപക്ഷം വെറും 4 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ട്രംപിൻ്റെ പാർട്ടിക്കുള്ളൂ. അപ്പോൾ അവർ വോട്ട് ചെയ്തില്ല. സർക്കാരിൻ്റെ വിവിധ സാമ്പത്തിക പദ്ധതികൾക്കുള്ള സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ, സൈന്യത്തിനുള്ള ശമ്പളം, സൈനികർക്കുള്ള പെൻഷൻ ഇത് അടക്കം കൊടുത്തില്ല. കാരണം ഒബാമ കെയർ എന്ന് പറഞ്ഞ് മുൻ പ്രസിഡന്റ് ഒബാമ കൊണ്ടുവന്ന ഒരു ഇൻഷുറൻസ് കെയർ പദ്ധതി അത് ഏകപക്ഷീയമായി ട്രംപ് എഴുതി തള്ളി മരവിപ്പിച്ചു. ഈ ഒബാമ കെയർ പദ്ധതി പുനരുജ്ജീവിപ്പിക്കാതെ ഞങ്ങൾ ഇനി US കോൺഗ്രസ്, US സെനറ്റ് ഇനി ഒരു പൈസ പോലും ട്രംപിൻ്റെ സർക്കാരിന് നൽകില്ല എന്ന് തീരുമാനമെടുത്തു. അങ്ങനെയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് 1 മാസത്തോളം അടഞ്ഞു കിടന്നത് അമേരിക്കൻ ട്രഷറി, അമേരിക്കൻ സർക്കാർ, അമേരിക്കൻ ഭരണ സംവിധാനം. ഇതിന് പിന്നാലെയാണ് ടെക്സാസിലും വിർജീനിയയിലുമൊക്കെ ട്രംപ് തൻ്റെ ഐസ് എന്ന് പറയുന്ന അവിടുത്തെ അന്താരാഷ്ട്ര എമിഗ്രേഷൻ പരിശോധിക്കുന്ന വിഭാഗത്തെ പറഞ്ഞുവിട്ട് അവിടെ ആകെ അനധികൃതമായി താമസിക്കുന്നു എന്ന് പറഞ്ഞ് കുടിയേറ്റക്കാരെയൊക്കെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്തതും ഇന്ത്യക്കടക്കമുള്ളവരെ കയ്യിലും കാലിലുമൊക്കെ ചങ്ങലയെ ബന്ധിച്ച് നാടുകളിലേക്ക് തടവ് പുള്ളികളായി തന്നെ പറഞ്ഞുവിട്ടതും. അപ്പോൾ അങ്ങനെ അമേരിക്കയെ ആകെ ശിഥിലമാക്കിയ ട്രംപിൽ വിശ്വാസം നഷ്ടപ്പെട്ട അമേരിക്കൻ ജനത ഈ ഡൊണാൾഡ് ട്രംപ് എന്ന മഹത് വ്യക്തി എങ്ങനെ അമേരിക്കയെ വീണ്ടും വികസിത രാജ്യമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഇപ്പോൾ അമേരിക്കക്കാർക്ക് മൊത്തത്തിൽ സംശയമാണ്. ട്രംപിനെ ഇറക്കി വിടാൻ നിയമപരമായിട്ട് ഏറെ സങ്കീർണതകളുമുണ്ട് പ്രസിഡന്റ് പദവിയിൽ നിന്നും. അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിനെ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപ് തന്നെ 50 സംസ്ഥാനങ്ങളുള്ള അമേരിക്കയെ വെട്ടിമുറിക്കാൻ പോകുന്നു എന്നൊരു വാർത്തയാണ് കേൾക്കുന്നത്. കാരണം ട്രംപിനെ ഭരിച്ചു മതിയായി. ട്രംപിൻ്റെ ഇഷ്ടപ്രകാരമുള്ള ഇപ്പം മമതനടക്കം ന്യൂയോർക്ക് മേയറായി സത്യപ്രതിജ്ഞ അധികാരമേറ്റു. ട്രംപിന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ട്രംപിനെതിരായ ഗവർണർമാർ, സംസ്ഥാന ഗവർണർമാർ, സംസ്ഥാന മേയർമാർ, നഗരത്തിലെ മേയർമാർ, ഭരണാധികാരികൾ അവരെയൊക്കെ വച്ച് വാഴിക്കില്ല എന്നൊരു തീരുമാനം ട്രംപ് എടുത്തിരിക്കുന്നു. നമ്മുടെ ഇവിടെയൊക്കെ ഈ ഡീലിമിറ്റേഷൻ വന്ന് അതുപോലെ തന്നെ വാർഡ് പുനർവിഭജനം വരുമ്പോൾ UDF അല്ലെങ്കിൽ ഭരിക്കുന്ന LDF അനുകൂലമായ പഞ്ചായത്തുകളൊക്കെ കൂട്ടിച്ചേർത്ത് ജയിക്കാനൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ ഡൊണാൾഡ് ട്രംപ് ഇത് അമേരിക്കയെ വിഭജിക്കാൻ പോവുകയാണ്. ശരിക്കും എന്താണ് അതിൻ്റെ പിന്നിലെ കാരണം? നമ്മുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ സമയത്ത് നമ്മൾ പറയുമായിരുന്നു ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ അവസാനത്തെ പ്രധാനമന്ത്രി എന്ന് പറയുമായിരുന്നു. ആ പറഞ്ഞത് ഏകദേശം അറം പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ട്രംപിനെ പറ്റിയിട്ടും ഇപ്പോൾ ലോകത്ത് ഉള്ള പൊതുവേ ഉള്ളൊരു സംസാരം ഹീസ് പ്രിസൈഡിങ് ഓവർ ദ ഡിസിൻറ്റിഗ്രേഷൻ ഓഫ് അമേരിക്ക എന്നാണ്. അതായത് അമേരിക്കയുടെ തകർച്ചയിൽ അധ്യക്ഷം വഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കാര്യം അമേരിക്കയുടെ തകർച്ച പല മേഖലകളിലാണ്. വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ എല്ലാ മേഖലകളിലുമാണ്. പല മേഖലകളിലെന്ന് പറയാൻ പറ്റത്തില്ല, എല്ലാ മേഖലകളിലും അമേരിക്ക തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ ഒരു വീട്ടിൽ പെട്ടെന്ന് ഗ്രഹനാഥൻ സ്വയം മറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവിടെ ആ ഗ്രഹത്തിൽ കാര്യമായ കുഴപ്പങ്ങളുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഇതിൻ്റെ വിഷയം എടുക്കാം, നമ്മുടെ താരിഫിൻ്റെ വിഷയം എടുക്കാം. താരിഫ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ്? ആ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ പുറത്ത് ഒരു ഗവൺമെൻറ് ചുമത്തുന്ന അധിക തീരുവയാണ് അല്ലെങ്കിൽ പിഴ തീരുകയാണ് ഈ എന്താ പറയുന്നത്. ഒരു സെക്കൻഡ്, നിങ്ങൾ കൂടെ ഒന്നും ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവുള്ളൂ. ഈ താരിഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ്
അമേരിക്കയിലോട്ട് ഇറക്കുന്ന സാധനങ്ങൾക്ക് ഗവൺമെൻറ് ചുമത്തുന്ന പിഴത്തീരുവയാണ് നമ്മൾ ഈ താരിഫ് എന്ന് പറയുന്നത്. ഈ താരിഫ് യഥാർത്ഥത്തിൽ ആരെ പുറത്താണ് ചുമത്തുന്നത് എന്നുള്ള കാര്യം ട്രംപ് നല്ലോണം ആലോചിച്ചിട്ടുണ്ട്. അധിക നികുതി, അധിക നികുതി ഇത് ചുമത്തുന്നത് ഇറക്കുമതി ആ രാജ്യത്തോട്ട് കയറ്റുമതി ചെയ്യുന്ന രാജ്യത്തിനെ ആണ് ആ ഇറക്കുമതി കൊടുക്കുന്നുണ്ടെങ്കിലും ആ പ്രൊഡക്റ്റിന്റെ പുറത്താണ് ആ നികുതി വരുന്നത്. അപ്പോൾ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നവരാണ് അമേരിക്കൻ പൗരന്മാരാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അവരുടെ പുറത്താണ് ഈ നികുതി ഏൽപ്പിക്കുന്നത് എന്നുള്ള കാര്യം ട്രംപ് മറന്നുപോയി എന്ന് പിന്നീട് മനസ്സിലാക്കിയത്. അത് പിന്നീടാണ് മനസ്സിലാക്കിയത്. വാഴപ്പഴത്തിനൊക്കെ 4 ഇരട്ടി 5 ഇരട്ടി പൈസ ആയപ്പോഴത്തേക്കാണ് മനസ്സിലാക്കിയത്. സമ്പന്നരായ അമേരിക്കയുടെ കുമ്പടഞ്ഞു പോയി. അവിടെ സ്വർണം, വജ്രം, നെക്ലേസുകൾ, അങ്ങനെ സ്വർണ്ണാഭരണങ്ങൾ ഇതിനൊക്കെ വില കയറി. അതെ, പെട്ടെന്ന് വില കയറി. അതെ. അപ്പോൾ അദ്ദേഹം അത് കാണിച്ച ഒരു വലിയ മണ്ടത്തരമാണ്. പക്ഷേ അയാൾ ഒരു മണ്ടത്തരമല്ല കാണിച്ചത്, ഒരു നിവർത്തികേട് കൊണ്ടാണ് കാണിച്ചത്. കാര്യം അമേരിക്ക വളരെ ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് മുൻപ് ഇന്ത്യയിലെ ശ്രീ ചന്ദ്രശേഖർ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് നമ്മുടെ വെളിയിൽ നിന്ന് ഇന്ത്യയിലെ സ്വർണം വെളിയിൽ കൊണ്ടുപോയി വിറ്റ് നമ്മുടെ ഡെഫിസിറ്റ് മാറ്റേണ്ടി വരികയും രൂപയ്ക്ക് ഡീവാലുവേഷൻ വരുത്തുകയും ചെയ്തു, മൂല്യശോഷണം വരുത്തി നമ്മൾ അംഗീകരിക്കുകയും ചെയ്തു. അതേപോലെ അമേരിക്കൻ ഡോളറിനുണ്ടായ ഒരു മൂല്യശോഷണം എന്ന് പറയുന്നത് കഴിഞ്ഞ 4 വർഷത്തെ യൂറോയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് കഴിഞ്ഞ 4 വർഷത്തെ ഏറ്റവും കൂടിയ നിരക്കിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇത് അമേരിക്കയുടെ കടങ്ങളും അമേരിക്കയുടെ ബാധ്യതകളും ഇതിനകത്തുണ്ടാകുന്ന മാറ്റം ഭയങ്കരമാണ്. ഇപ്പോൾ അമേരിക്കയുടെ നാഷണൽ ഡെബിറ്റ് എന്ന് പറയുന്നത് 5.5 ട്രില്യൺ ഡോളറാണ്. ഞാൻ ഈ പറഞ്ഞു തീരുമ്പോഴത്തേക്കും ഈ ഡോളറിൻ്റെ വില വീണ്ടും ഇടിച്ചു കഴിയുമ്പോഴത്തേക്ക് 5.5 എന്നുള്ളത് 5.6 മാറിക്കഴിയും. കാര്യം യൂറോയുടെ വില കൂടിയും വരുന്നുണ്ട്, ഡോളറിൻ്റെ വില കുറഞ്ഞും വരുന്നുണ്ട്. ഇത് കഴിഞ്ഞ 4 വർഷത്തിനിടയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ റേറ്റിലോട്ട് പോകുമ്പോഴത്തേക്ക് ഡോളറിൻ്റെ വില, അത് അവിടുത്തെ അമേരിക്ക ലോകത്ത് നിയന്ത്രിക്കുന്ന ഒരു കറൻസി എന്നുള്ള രീതിയിൽ അമേരിക്കയ്ക്ക് ഒരു കാലത്ത് ഒരു റോളുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഏകദേശം യൂറോ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് നമുക്കൊരു സംശയം തോന്നാറുണ്ട്. ഇത് ഒരു രീതിയിലല്ല. ഇപ്പോൾ രണ്ടാമത്തെ രീതിയിൽ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെയുള്ള ആ തീരുവ ഏർപ്പെടുത്തിയപ്പോഴത്തേക്ക് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഒരു എതിർപ്പും പറഞ്ഞിട്ടില്ല, ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. പകരം അവർ ചെയ്തത് അവിടുന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്കും അതേ രീതിയിൽ തീരുവ കൂട്ടി. എല്ലാത്തിനും കൂട്ടിയില്ല, പയറിന് മാത്രം തീരുവ കൂട്ടി. പയർവർഗ്ഗങ്ങൾക്ക് മാത്രം തീരുവ കൂട്ടിയപ്പോഴത്തേക്ക് തന്നെ അവിടുത്തെ 2 സംസ്ഥാനത്തിലെ ജനങ്ങൾ അവിടുത്തെ ഗവൺമെൻറ്റിനെതിരായി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കാല് പിടിച്ചു. ആ തീരുവ മാറ്റണം. ഞങ്ങൾക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? റെസിപ്രൊക്കേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ടല്ലോ. നിങ്ങൾ അങ്ങോട്ട് എടുക്കുന്ന സാധനത്തിന് 50% നികുതി കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങോട്ട് തരുന്ന സാധനത്തിന് ഞങ്ങൾ വെറും 30% കൂട്ടിയുള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ അവിടെ കരച്ചിലും നിലവിളിയും അലറലും അമറലും ഒക്കെ വന്നു തുടങ്ങി. മാത്രമല്ല, നരേന്ദ്രമോദി ചെയ്തത് വളരെ ഭംഗിയായിട്ട് ചെയ്തൊരു കാര്യം, ഇന്ത്യയിൽ നിന്ന് അമേരിക്കയ്ക്ക് കയറ്റി അയച്ചുകൊണ്ടിരുന്ന സാധനങ്ങളുടെ മറ്റ് രാജ്യങ്ങളോട്, കാര്യം നരേന്ദ്രമോദി ഇതിനിടയ്ക്ക് എല്ലാ രാജ്യങ്ങളുമായിട്ടും ഒരു നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് എല്ലാ പേരോടത്തും അവരവർ വാങ്ങുന്ന സാധനങ്ങളുടെ കോട്ട ഒന്ന് കൂട്ടാൻ പറഞ്ഞു. അതായത് 150 കിലോ മട്ടൺ വാങ്ങിക്കുന്ന ആളെടുത്ത് നിങ്ങളത് 200 കിലോ ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് അവർക്കിതൊരു വലിയ ബാധ്യതയായിട്ട് തോന്നിയില്ല. അവരതെല്ലാം അംഗീകരിക്കുകയും ഇന്ത്യയുടെ ഈ എക്സ്പോർട്ടിൽ യാതൊരുവിധ കുറവും വന്നില്ല. അതായത് എക്സ്പോർട്ട് വാല്യൂവിൽ കുറവ് വന്നിട്ടുണ്ടാകും, പക്ഷേ എക്സ്പോർട്ട് ക്വാണ്ടിറ്റിയിൽ കുറവ് വന്നില്ല. അതായത് ചില സാധനങ്ങൾ നമ്മൾ അമേരിക്കയ്ക്ക് 400 രൂപയ്ക്ക് വിൽക്കുന്ന സാധനം ചിലപ്പോൾ 300 രൂപയ്ക്ക് നമുക്ക് ചിലപ്പോൾ ജപ്പാന് കൊടുക്കേണ്ടി വന്നിരിക്കാം. മെക്സിക്കോയായിട്ടും പല രാജ്യങ്ങളാണ്. ഞാൻ ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. 400 രൂപയ്ക്ക് അമേരിക്കയ്ക്ക് കൊടുക്കേണ്ടിരുന്ന 1 കിലോ ബീഫ് 300 രൂപയ്ക്ക് ജപ്പാന് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ബീഫ് എന്ന് പറയുന്ന 1 കിലോ ബീഫിൻ്റെ അളവ് എന്തായാലും മാറിയിട്ടില്ല. നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ ഒരു ഇടിവുണ്ടായി. അത് ഉണ്ടായി എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ അത് ദീർഘകാല അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ മാർക്കറ്റിൽ നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്ന ക്വാണ്ടിറ്റി നമുക്ക് കൂടുകയാണ് ചെയ്യുന്നത്. കാര്യം അമേരിക്കയിൽ ഉള്ള അമേരിക്കയ്ക്ക് കൊടുക്കുന്ന അതേ സാധനങ്ങൾ നമ്മൾ മറ്റ് രാജ്യങ്ങളിലോട്ട് കയറ്റി അയക്കുകയും നമ്മൾ പുതിയ മാർക്കറ്റുകൾ കണ്ടുപിടിക്കുകയും ചെയ്തു എന്നുള്ളത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു കഴിവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അവർക്ക് കൺസിഡർ ചെയ്തില്ല. നമ്മൾ മാത്രമല്ല, മിക്ക രാജ്യങ്ങളും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അമേരിക്കയിൽ കിട്ടേണ്ടിയിരിക്കുന്ന സാധനങ്ങളുടെ ലഭ്യത കുറയുന്നു. അവരുടെ ഫേവറേറ്റ് നാഷൻസിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ടി വരുമ്പോഴത്തേക്ക് അവർ സ്വാഭാവികമായിട്ട് വില കൂട്ടുകയും ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയിൽ ഈ അധിക തീരുവ നികത്തിയത് തന്നെ ട്രംപിൻ്റെ ഒരു വലിയ പരാജയമായിട്ട് അവിടുത്തെ രാജ്യത്തുള്ള ആൾക്കാരും സെനറ്റർമാരും ഒക്കെ
അവരെ കണക്കൂട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു മണ്ടത്തരം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ വെനസ്വേലയിൽ കാണിച്ച അവിടുത്തെ പ്രസിഡന്റിനെയും പത്നിയെയും പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു ലോക റൗഡിയായിട്ടുള്ള ഒരു പെരുമാറ്റം ലോകത്തെ പല രാജ്യങ്ങളെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ഇന്ത്യയിൽ നമ്മളിപ്പം കമ്മ്യൂണിസ്റ്റ് MA ബേബിയൊക്കെ പറയുന്ന രീതിയിൽ മാത്രമല്ല അത് സംഭവിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു രാജ്യം തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ എന്താ ലോകത്ത് സംഭവിക്കാൻ പറ്റാത്തതെന്നുള്ള രീതിയിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ചരിത്രത്തിലോട്ട് പോകുമ്പോഴത്തേക്ക് ജർമ്മനിയുടെ ആ ഒരു ആധിപത്യത്തിനെതിരായിട്ടുണ്ടായ സഖ്യമാണ് അമേരിക്കയും റഷ്യയും കൂടെ ചേർന്നിട്ട് അതൊരു യൂണിപോളർ വേൾഡായിരുന്നു. യുദ്ധം ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ബൈപോളർ വേൾഡായി. റഷ്യ തകർന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും അത് യൂണിപോളർ വേൾഡായി. പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് ഈ യൂണിപോളർ വേൾഡ് ആയിരിക്കുന്ന അമേരിക്കയും യൂറോപ്യൻ യൂണിയനുകളും ചേർന്നത് ഇപ്പോൾ ഡെൻമാർക്കിൻ്റെ പുറത്ത് അമേരിക്ക ഒരു അവകാശവാദം ഉന്നയിച്ചപ്പോഴത്തേക്ക്, ഡെൻമാർക്കിൻ്റെ ഗ്രീൻലാൻഡിനെതിരായിട്ട് ഒരു അവകാശവാദം ഉന്നയിച്ചപ്പോഴത്തേക്ക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെല്ലാം അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വലിയ വിടവ് വന്നിട്ടുണ്ട്. അത് നേരത്തെ തന്നെ ഫ്രാൻസും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങൾ ഇത്തിരി വഷളായിരുന്നു. ഈ നോർവേയുമായിട്ടുള്ള ഈ ബന്ധം വഷളാവുമ്പോഴത്തേക്ക് എല്ലാ രാജ്യങ്ങളും അതിനെ പറ്റിയിട്ട് വറീഡാണ്. മാത്രമല്ല ഈ അമേരിക്കയുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളും നമ്മുടെ ബ്രിട്ടനും ചേർന്ന് റഷ്യയിൽ യുദ്ധം നടത്തുന്നത്. യഥാർത്ഥത്തിൽ അവർക്ക് ഇതിനകത്ത് വലിയ താല്പര്യമുള്ള കാര്യമല്ല. അമേരിക്കയുടെ താല്പര്യത്തിന് വഴങ്ങിയിട്ടാണ് അവർ യുദ്ധത്തിൽ യുക്രൈനെ സഹായിക്കുന്നത്. അവർക്കതിൻ്റെ ഒരുപാട് നഷ്ടം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്, ഉപരോധം നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം പഴിക്കുന്നത് ട്രംപിനെയാണ്. എന്നാൽ ട്രംപ് അധികാരത്തിൽ എത്തി എത്രയും കാലമായിട്ട് അവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത് മാത്രമല്ല, വേറൊരു സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ന്യൂയോർക്കിൻ്റെ മേയറായിട്ട് ഒരു ഇസ്ലാം മതവിശ്വാസി വന്നു, മംദാനി വന്നു. മാത്രമല്ല ഇതേ സമയത്ത് തന്നെ നേരത്തെ തന്നെ ഒരു മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ഒരു ബ്രദർഹുഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ചെറിയ നാറ്റോ സഖ്യം രൂപപ്പെട്ടു വരികയാണ്. പ്രധാനമായിട്ടുള്ളത് ലോകത്ത് നമ്മൾ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട രണ്ട് രാജ്യങ്ങളാണ് അതിനകത്തുള്ളത്. ഒന്ന് പാകിസ്ഥാനും ഒന്ന് തുർക്കിയുമാണ്, കൂടെ സൗദിയുമുണ്ട്. മാത്രമല്ല ഇനിയും ചില രാജ്യങ്ങൾ അവരുമായിട്ട് ചേരാൻ പോകുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഒരു മുസ്ലിം രാജ്യങ്ങളുടെ ഒരു കൂട്ടം വരികയാണെങ്കിൽ ഇതിൽ പല രാജ്യങ്ങളുടെയും ഡിഫൻസിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അമേരിക്ക തന്നെയാണ്. എങ്കിൽ പോലും ഈ രാജ്യങ്ങളും അമേരിക്കയുമായിട്ടുള്ള ബന്ധം, അതായത് ഒരു സൈഡിൽ യൂറോപ്യൻ യൂണിയൻ അമേരിക്കയുമായിട്ട് വിട്ടുപോകുന്നുണ്ട്, ഇസ്ലാമിക രാജ്യങ്ങൾ അമേരിക്കയുമായിട്ട് വിട്ടുപോകുന്നുണ്ട്, റഷ്യയും ചൈനയും ആൾറെഡി അമേരിക്കയുമായിട്ട് വിട്ടുപോയിട്ടുണ്ട്, ഇന്ത്യ മിണ്ടാതെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇറാനെതിരായിട്ടുള്ള യുദ്ധത്തിൻ്റെ ഉപരോധത്തിൻ്റെ ഒരു കാര്യം അവിടെ വന്നപ്പോഴത്തേക്ക് ഇന്ത്യ ഇറാന് വേണ്ടിയിട്ട് വോട്ട് ചെയ്തു. മൈ ഫ്രണ്ട് എന്നൊക്കെ നരേന്ദ്രമോദി അദ്ദേഹം വിളിക്കുമെങ്കിലും ഇക്കാര്യത്തിൽ നരേന്ദ്രമോദി ഒരു ഫ്രണ്ട്ഷിപ്പും കാണിച്ചില്ല, ഇറാന് വേണ്ടിയിട്ട് വോട്ട് ചെയ്തു. കാര്യം നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിസിനസ് പാർട്ണറാണ് ഇറാൻ. നമുക്ക് സ്വന്തമായിട്ട് ഒരു തുറമുഖം അവിടെ തന്നിട്ടുണ്ട്, നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഇറാനിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മൾ ഇറാനുമായിട്ട് ഒരു ശകലം പക്ഷപാതം കാണിച്ചു. അപ്പോൾ ലോകക്രമത്തിൽ അമേരിക്ക ഇതുപോലെ ഒറ്റപ്പെടുന്ന ഒരു സമയം ഇതുവരെയും ഉണ്ടായിട്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് നമ്മുടെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യമല്ല അമേരിക്ക എന്ന് പറഞ്ഞാൽ. അത് പല റിപ്പബ്ലിക്കുകളും അവർക്ക് സ്വന്തമായിട്ട് നിയമങ്ങളൊക്കെ ഉള്ള രാജ്യങ്ങളാണ്. ഇപ്പോൾ വരുന്ന വാർത്ത ഏകദേശം 3 അമേരിക്ക ഈ ട്രംപിൻ്റെ കാലത്ത് തന്നെ പിരിയുമെന്നും അമേരിക്കയുടെ അവസാനത്തെ പ്രസിഡൻ്റായിട്ട് ശ്രീ ഡൊണാൾഡ് ട്രംപ് അവസാനിക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന കണക്കൂട്ടൽ പ്രവചനങ്ങൾ. നമ്മുടെ ഇന്ത്യ ഈ അമേരിക്കയുടെ സമ്മർദ്ദത്തിൽ നിന്നാണ് ഇപ്പോൾ റഷ്യ എന്നുള്ള എണ്ണ പരമാവധി ഇപ്പോൾ വാങ്ങൽ നിർത്തിയിരിക്കുന്നത്. കാരണം അത് അമേരിക്കയെ പേടിച്ചിട്ടില്ല. പക്ഷേ എന്തായിരിക്കും ഇതിൻ്റെ ഒരു പ്രത്യാഘാതം എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നിർത്തിയിരിക്കുന്നത്. റിലയൻസ് അടക്കം ഇപ്പോൾ പൂർണ്ണമായും റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തി ഇറാനിൽ നിന്നും മറ്റും എണ്ണ വാങ്ങി സംസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ വിചാരം ഇന്ത്യ അമേരിക്കയുടെ ഭീഷണിക്ക്, തൻ്റെ ഭീഷണിക്ക് വഴങ്ങി മുട്ടുകുത്തി നിൽക്കുകയാണെന്നാണ്. ഏത് നിമിഷവും ഇന്ത്യയുടെ അടുത്ത മറുതന്ത്രം ഉണ്ടാകാം. ആ ഒരു സ്ട്രാറ്റജി ഇന്ത്യ പുറത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ, കാരണം റഷ്യയുമായിട്ടുള്ള സഹകരണത്തിൽ ഇന്ത്യ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ല. ഒരു എണ്ണ വാങ്ങൽ തൽക്കാലത്തേക്ക് മാറ്റിവെച്ചു എന്നല്ലാതെ മറ്റൊരു തരത്തിലും ഇന്ത്യ റഷ്യ ബന്ധം വഷളായിട്ടില്ല. കാരണം അമേരിക്കയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്യാൻ ന്യൂഡൽഹി തയ്യാറുമില്ല. ഇങ്ങനൊരു അവസ്ഥയിലാണ് ഈ സമയത്ത് തന്നെ നമുക്ക് അമേരിക്കയിൽ നിന്ന് ഇന്ത്യ ഓർഡർ ചെയ്യുന്ന, അതായത് ബോയിങ്ങിൽ നിന്ന് ഇന്ത്യ ഓർഡർ ചെയ്യുന്ന വിമാനങ്ങൾ മാറ്റി അത് എയർബസിലോട്ട് മാറ്റാൻ ടാറ്റ ഒരുങ്ങുന്നു എന്നുള്ളൊരു വാർത്തയും കൂടെ വരുന്നുണ്ട്. 1-2 ലക്ഷം കോടി രൂപയുടെ
ഇതല്ലേ എനിക്കൊന്ന് 85 ലക്ഷം കോടി രൂപയുടെ ഒരു ഓർഡറാണ് കിടക്കുന്നത്. വലിയൊരു ഓർഡർ. 200 വിമാനത്തോളം ടാറ്റ വാങ്ങാനാണ് കഴിഞ്ഞ വർഷം പദ്ധതി ഇട്ടിരുന്നത്. അതന്നെ 400 ആദ്യം പകുതി ബോയിങ്ങും പകുതി എയർബസും ആയിരുന്നു. അപ്പോൾ ഏകദേശം അമേരിക്ക ഇങ്ങനെ ഒരു സ്ട്രാറ്റജിയിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അമേരിക്കയിൽ നിന്നും ഇന്ത്യ വിമാനങ്ങൾ വാങ്ങുന്നത് നിർത്തണമെന്നുള്ള ഒരു അഭിപ്രായം ടാറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇത് അമേരിക്കയെ വ്യാവസായികമായിട്ടും വളരെ രീതിയിൽ തളർത്തും. ഡോളറിൻ്റെ കൂപ്പ് കുത്തുന്നത് ഇനിയും തുടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ലോകത്തെ ഒരു പാപ്പര് രാഷ്ട്രമായിട്ട് മാറുന്നത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേരളത്തിലെ പ്രത്യേകിച്ച്.